നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 സുവോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ കിങ്ഡം അനിമേലിയെ പഠിച്ച സമയത്ത് അനിമൽസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരുണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരുണ്ട്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലെ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ സ്പോഞ്ചസിന്റെ കേസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഹയർ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ, അവിടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന സെല്ലാണെങ്കിലും ഈ സെല്ലുകൾ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ടിഷ്യൂസ് കൂടിച്ചേർന്ന് ഡിഫറെന്റ് ഓർഗൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഡിഫറെന്റ് ഓർഗൻസ് കൂടിച്ചേർന്നാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടാണ് ഈ ഓർഗൻ സിസ്റ്റങ്ങൾ ഒരുപാടെണ്ണം കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റങ്ങൾ കാണുന്നുണ്ട്. ആ ഓരോ ഓർഗൻ സിസ്റ്റങ്ങളിലും നമുക്ക് ഡിഫറെന്റ് ഓർഗൻസ് കാണാനായിട്ട് സാധിക്കും അല്ലെ. ദെൻ ഓരോ ഓർഗനും എടുക്കുകയാണെങ്കിൽ അവിടെ ഡിഫറെന്റ് ടിഷ്യൂസ് കാണുന്നുണ്ട്. എന്താണ് ടിഷ്യൂസ്? നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുകളുടെ ഒരു കൂട്ടമാണ്, ഒരു കൂട്ടം സെല്ലുകളാണ്. അവയുടെ പ്രത്യേകത എന്താണ്? ഇവയെല്ലാം കൂടി ചേർന്ന് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. അപ്പൊ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം സെല്ലുകളാണ് അല്ലെ. ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലുകളെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ ടിഷ്യൂസ് കൂടിച്ചേർന്നാണ് ഓർഗൻസ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഡിഫറെന്റ് ഓർഗൻസ് കൂടിച്ചേർന്നാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. ഡിഫറെന്റ് സെല്ലുകൾ കൂടിച്ചേർന്നാണ് ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരേപോലെയുള്ള ഒരു കൂട്ടം സെല്ലുകളാണ് ടിഷ്യൂസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അനിമൽ ടിഷ്യൂസിനെ കുറിച്ച് നോക്കാം. നമുക്ക് അനിമൽ ടിഷ്യൂസിനെ നാലാക്കി തരംതിരിക്കാം. ഫസ്റ്റ് വൺ എപ്പിത്തീലിയൽ ടിഷ്യൂ, പിന്നെ കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അപ്പോൾ 4 തരത്തിലുള്ള അനിമൽ ടിഷ്യൂസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ആദ്യം നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ച് നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ എപ്പിത്തീലിയം എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ടിഷ്യൂ. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മളുടെ ബോഡിയൊക്കെ കവർ ചെയ്ത് കാണുന്ന ഒരു ടിഷ്യൂ ആണ്. അതായത് കവറിംഗ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഈ ടിഷ്യൂസിന്റെ ഒരു പ്രത്യേകത, ഇവയ്ക്ക് ഒരു ഫ്രീ സർഫസ് ഉണ്ടാവും. അതായത് മറ്റു ടിഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ സെല്ലുകൾ കൊണ്ടോ ഒന്നും കവർ ചെയ്യാത്ത ഒരു ഫ്രീ സർഫസ് ഇവയ്ക്ക് കാണുന്നുണ്ടാവും. എയ്തർ ഈ ഫ്രീ സർഫസ് ബോഡി ഫ്ലൂയിഡിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പുറത്തേക്ക് എൻവയോൺമെന്റിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇതൊരു കവറിംഗ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഫ്രീ സർഫസ് ഉണ്ടാവുന്നത്. ഒന്നില്ലെങ്കിൽ കവറിംഗ് അല്ലെങ്കിൽ ലൈനിങ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. നമ്മളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ലൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ കവർ ചെയ്തിട്ടോ കാണുന്ന ടിഷ്യൂസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഇവിടെ സെല്ലുകൾ പരസ്പരം നന്നായിട്ട് ക്ലോസ്ലി അറേഞ്ച്ഡ് ആണ്, കോമ്പാക്ട്ലി പാക്ഡ് ആണ്. അവിടെ ഇന്റർ സെല്ലുലാർ മെട്രിക്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഇവ വളരെ അടുത്തടുത്തായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഈ ടിഷ്യൂലെ സെല്ലുകൾ പരസ്പരം വളരെ അടുത്തായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. 2 തരത്തിലുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിൽ സിംഗിൾ ലെയർ ഓഫ് സെൽസേ ഉണ്ടാവുകയുള്ളൂ. സിംഗിൾ ലെയർ ഓഫ് സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. 2ഓ അതിൽ കൂടുതലോ ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നു. അപ്പോൾ സെൽസ് സിംഗിൾ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ എപ്പിത്തീലിയം എന്നും, 2ഓ അതിൽ കൂടുതലോ ലെയേഴ്സ് ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നുമാണ് പറയുന്നത്. ഈ സിമ്പിൾ എപ്പിത്തീലിയം ബോഡി കാവിറ്റീസിനെയും ഡക്റ്റുകളെയും ട്യൂബുകളെയും ഒക്കെ ലൈൻ ചെയ്ത് കാണുന്നുണ്ടാവും. സിംഗിൾ ലെയർ ഓഫ് സെൽസ് അല്ലേ. അപ്പൊ അത് എവിടെയൊക്കെ കാണപ്പെടുന്നത്? ബോഡി കാവിറ്റീസ്, ഡക്റ്റുകൾ, ട്യൂബുകൾ, ഇതിനെയൊക്കെ കവർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ലൈൻ ചെയ്തിട്ടാണ് കാണുന്നത്. ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ആണ്, പ്രൊട്ടക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ്
ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സ്കിന്നിലൊക്കെ കാണുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ നൽകുകയാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം ചെയ്യുന്നത്. സിമ്പിൾ എപ്പിത്തീലിയം എന്താണ് ചെയ്യുന്നത്? ബോഡി ക്യാവിറ്റീസ്, ഡക്റ്റുകൾ പോലെയുള്ള പാർട്ടിനെയൊക്കെ ലൈൻ ചെയ്ത് കാണപ്പെടുന്നു. ഈ സിമ്പിൾ എപ്പിത്തീലിയത്തെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളുമിനാർ എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ്. ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളുമിനാർ എപ്പിത്തീലിയം. ഇതിൽ ആദ്യം നമുക്ക് സ്ക്വാമസ് എപ്പിത്തീലിയത്തെ കുറിച്ച് നോക്കാം. സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഇറഗുലർ ബൗണ്ടറീസ് ഉള്ള ഫ്ലാറ്റേൺഡ് സെൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ എപ്പിത്തീലിയം ആണെന്ന് പറഞ്ഞു അല്ലെ, അതുകൊണ്ട് തന്നെ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ് അവിടെ ഉണ്ടാവുക. ഇറഗുലർ ബൗണ്ടറീസ് ഉള്ള, അതായത് കൃത്യമായിട്ട് ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റേൺഡ് സെൽസ് കൊണ്ട് ആണ് ഈ സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ടായിട്ടുള്ളത്. ബ്ലഡ് വെസൽസിന്റെ വാളിലും അതുപോലെ തന്നെ ലങ്സിൽ കാണുന്ന എയർ സാക്കുകൾ ഇല്ലേ, നമ്മുടെ ശ്വാസകോശത്തിൽ ഒരുപാട് ആൽവിയോളായി കാണുന്നുണ്ട് അല്ലെ, ആ എയർ സാക്കുകളുടെ വാളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. ഒരു ഡിഫ്യൂഷൻ ബൗണ്ടറി ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു ലെയറിലൂടെ എന്ത് നടക്കുന്നുണ്ട്? ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഈ പാർട്ടിക്കിൾസ് ഒക്കെ സിംപ്ലി ഈ ലെയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഡിഫ്യൂഷൻ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റേൺഡ് സെൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റേൺഡ് സെൽസ് അല്ലെ, കൃത്യമായിട്ട് ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റേൺഡ് സെൽസിന്റെ ഒരു ലെയർ ആണ് ഉണ്ടാവുക. ബ്ലഡ് വെസൽസിനെയും എയർ സാക്കിനെയും ഒക്കെ ലൈൻ ചെയ്ത് കാണപ്പെടുന്നു, അല്ലെങ്കിൽ അതിന്റെയൊക്കെ വാളിൽ കാണപ്പെടുന്നുണ്ട്. ഡിഫ്യൂഷൻ ബൗണ്ടറി ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന ആ പേരിൽ തന്നെയുണ്ട് ഈ ടിഷ്യൂവിൽ കാണപ്പെടുന്ന സെല്ലുകൾ എങ്ങനെയുള്ളതാണെന്ന്. ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ക്യൂബ് ലൈക്ക് സെൽസ് ആണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ കാണുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ക്യൂബ് ലൈക്ക് സെൽസിന്റെ ഒരു ലെയർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇത് കാണപ്പെടുന്നത് ഗ്ലാൻഡുകളിൽ നിന്നും വരുന്ന ഡക്റ്റുകളിലും അതുപോലെ തന്നെ നെഫ്രോണിന്റെ ട്യൂബുലാർ പാർട്ടിലും ഒക്കെയാണ്. നെഫ്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? കിഡ്നിയിലാണ് കാണപ്പെടുന്നത് അല്ലെ. കിഡ്നിയിൽ കാണുന്ന നെഫ്രോണിന്റെ ട്യൂബുലാർ പാർട്സിലും അതുപോലെ തന്നെ ഗ്ലാൻഡുകളിൽ നിന്നും വരുന്ന ഡക്റ്റുകളിലും ഒക്കെയാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കൂ. സെക്രീഷനും അബ്സോർപ്ഷനും. സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വസ്തുക്കളെയൊക്കെ സ്രവിക്കുക അല്ലെ, ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവ എന്ത് ചെയ്യുന്നുണ്ടാവും? പാർട്ടിക്കിൾസിനെയൊക്കെ അബ്സോർബ് ചെയ്യാനും സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ സെക്രീഷനും അബ്സോർപ്ഷനും ആണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ മെയിൻ ഫംഗ്ഷൻ. നെഫ്രോണിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ ഭാഗത്തായിട്ട് കാണുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ നമുക്ക് മൈക്രോവില്ലി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചർ ആണ് ഈ നെഫ്രോൺ എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് നെഫ്രോണുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ടാവും. ബൗമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞ് പിന്നെ ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആണ് കാണപ്പെടുന്നത്. ഈ ബൗമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞ് ഹെൻലീസ് ലൂപ്പ് എത്തുന്നത് വരെയുള്ള പാർട്ടിനെയാണ് നമ്മൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് എന്ത് കാണുന്നുണ്ട്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നുണ്ട്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആ ഭാഗത്ത് കാണുന്നുണ്ട്. അവിടെ മൈക്രോവില്ലി പ്രസന്റ് ആണ്. ഈ റീജിയൻ ആണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ റീജിയനിൽ കാണുന്ന ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ മൈക്രോവില്ലി പ്രസന്റ് ആണ്. മൈക്രോവില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് അല്ലെ. ഇങ്ങനെ ഈ എപ്പിത്തീലിയൽ ലെയറിൽ നിന്നും മുകളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് മൈക്രോവില്ലി എന്ന് പറയുന്നത്. അത് എന്തിനാണ് സഹായിക്കുക? സർഫസ് ഏരിയ കൂട്ടാനായിട്ടാണ് സഹായിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ ഭാഗത്ത് കാണുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ മൈക്രോവില്ലി കാണപ്പെടുന്നുണ്ട്. അടുത്തതാണ് കോളുമിനാർ എപ്പിത്തീലിയം. ഇവിടെ ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ് കാണപ്പെടുന്നത്. ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. സിംഗിൾ ലെയർ ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ സെല്ലുകളിലെ ന്യൂക്ലിയൈ കാണപ്പെടുന്നത് ബേസൽ റീജിയനിലാണ്. അത് സെൻട്രൽ റീജിയനിലല്ല കാണുന്നത്, പകരം ബേസൽ റീജിയനിലായിട്ടാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. അത് നിങ്ങൾക്ക് ഈ സെല്ല് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഒരു എൻഡിലേക്കായിട്ടാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ഇവിടെ
ഇവയുടെ ഫ്രീ സർഫസിൽ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മൈക്രോവില്ലി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ മൈക്രോവില്ലി ചിലപ്പോൾ കാണപ്പെടാം. ഫ്രീ സർഫസിൽ മൈക്രോവില്ലി കാണപ്പെടാം. സ്റ്റൊമക്കിനെയും അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനെയും ഒക്കെ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന ടിഷ്യൂസ് ആണ് കോളുംനാർ എപ്പിത്തീലിയം. ഇവയുടെ ഫംഗ്ഷനും സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ കോളുംനാർ എപ്പിത്തീലിയത്തിന്റെയും ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. എന്തെങ്കിലും സബ്സ്റ്റൻസുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ പാർട്ടിക്കിൾസിന്റെ ഒക്കെ അബ്സോർപ്ഷന് സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ് കോളുംനാർ എപ്പിത്തീലിയത്തിന്റെയും ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെയും ഫംഗ്ഷൻ. നമ്മൾ ആദ്യം പഠിച്ച സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഡിഫ്യൂഷന് സഹായിക്കുന്നുണ്ട് അല്ലെ? ഈ കോളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡ് എപ്പിത്തീലിയത്തില് ചിലപ്പോൾ സീലിയ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ? അപ്പോ ചില കേസുകളിൽ സീലിയ കാണുന്നുണ്ട്. അപ്പൊ സീലിയ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോ കോളുംനാർ ഓർ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തില് ചിലപ്പോൾ അവരുടെ ഫ്രീ സർഫസില് സീലിയ കാണുന്നുണ്ട്. അങ്ങനെയുള്ള എപ്പിത്തീലിയമാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്തിനാ സഹായിക്കുന്നതെന്ന് അറിയുമോ? ഇത് പാർട്ടിക്കിൾസിന്റെയും അതുപോലെ തന്നെ മ്യൂക്കസിന്റെയും ഒക്കെ മൂവ്മെന്റിന് വേണ്ടിയാണ് സഹായിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ മ്യൂക്കസോ ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ സീലിയ സഹായിക്കുന്നു. സീലിയയുടെ മൂവ്മെന്റിനനുസരിച്ച് ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്നതാണ് സീലിയ. സീലിയ കാണുന്ന കോളുംനാർ ഓർ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സീലിയ കാണുന്നതാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇത് എവിടെ കാണപ്പെടുന്നതെന്ന് അറിയാമോ? കൂടുതലായും ഇവ കാണപ്പെടുന്നത് ബ്രോങ്കിയോൾസിലും ഫലോപ്പിയൻ ട്യൂബ്സിലും ഒക്കെയാണ്. ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗമാണെന്ന് അറിയുമോ? റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ട്രക്കിയ അല്ലെ? ട്രക്കിയ വരുന്നു. ട്രക്കിയ 2 ബ്രാഞ്ചുകളായി മാറുന്നു. അതിന് നമ്മൾ എന്ത് പറയുന്നു? ബ്രോങ്കി എന്നാണ് പറയുന്നത് അല്ലെ? ഓരോ ബ്രോങ്കിയും ഓരോ ലങ്സിലേക്ക് പോകുന്നുണ്ട് അല്ലെ? ഓരോ ലങ്സിലേക്ക് പോകുന്നു. എന്നിട്ട് അത് വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചുകളായി മാറുന്നു. ഈ ചെറിയ ചെറിയ ബ്രാഞ്ചുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രോങ്കിയോൾസിൽ എന്ത് കാണുന്നുണ്ട്? സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിലും കാണുന്നുണ്ട്. ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഫലോപ്പിയൻ ട്യൂബിനെ കുറിച്ചൊക്കെ പഠിക്കും. ഇതാണ് യൂട്രസ് എന്ന് വിചാരിക്കുക. 2 ഭാഗത്തുമായിട്ട് ഓവറി കാണപ്പെടുന്നു. ഈ ഓവറിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് യൂട്രസിലേക്ക് ഒരു ട്യൂബ് വരുന്നുണ്ട്. ആ ട്യൂബാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഫലോപ്പിയൻ ട്യൂബിലും എന്ത് കാണുന്നുണ്ട്? സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഈ കോളുംനാർ അതുപോലെ തന്നെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഇത് രണ്ടും സെക്രീഷനും അബ്സോർപ്ഷനും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ സെക്രീഷന് സഹായിക്കുന്ന സെല്ലുകളെ നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നാണ് വിളിക്കുന്നത്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഏതെങ്കിലും സബ്സ്റ്റൻസുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. സെക്രീറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നത്. അതൊന്നില്ലെങ്കിൽ യൂണിസെല്ലുലാർ ആവാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആവാം. അതായത് ഈ യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ അവിടെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡുലാർ സെൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സിംഗിൾ സെല്ലുകൾ തന്നെ ഇങ്ങനെ സബ്സ്റ്റൻസുകൾ സെക്രീറ്റ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ആലിമെന്ററി കനാൽ. ആലിമെന്ററി കനാലിൽ കാണുന്ന ഗോബ്ലെറ്റ് സെൽസ്. ദെൻ അടുത്തതാണ് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് സെല്ലുകൾ കാണുന്നുണ്ടാവും അല്ലെ? ക്ലസ്റ്റർ ഓഫ് സെൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സലൈവറി ഗ്ലാൻഡ്. അപ്പോ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സബ്സ്റ്റൻസുകളെ സെക്രീറ്റ് ചെയ്യുന്നവയാണ്. അത് യൂണിസെല്ലുലാർ ആവാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആവാം. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് യൂണിസെല്ലുലാർ ഗ്ലോബുലാർ എപ്പിത്തീലിയം. അതായത് സിംഗിൾ സെല്ലായിട്ടാണ്, ഐസൊലേറ്റഡ് സെൽസ് ആയിട്ടായിരിക്കും ഇവിടെ കാണപ്പെടുന്നുണ്ടാവുക. അവ തന്നെ എന്ത് ചെയ്യുന്നു? പെർട്ടിക്കുലർ സബ്സ്റ്റൻസുകളെ സെക്രീറ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ കണ്ടോ, ഇവിടെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതായത് ഒരുപാട് സെല്ലുകൾ ഒരുമിച്ച് കൂടി കാണപ്പെടുന്നുണ്ട്. അതാണ് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. നമ്മൾ പറഞ്ഞു ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു അല്ലെ? ഈ സെക്രീഷൻസ് എങ്ങനെയാണോ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഗ്ലാൻഡുകളെ രണ്ടായി തിരിക്കാം. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നും എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നും. അപ്പൊ നമ്മൾ ഈ സെക്രീഷൻ നടത്തുന്നവരെയാണ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഈ
ഗ്ലാൻസിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം, എക്സോക്രൈൻ ഗ്ലാൻസും എൻഡോക്രൈൻ ഗ്ലാൻസും. എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പ്രത്യേകം ഡക്റ്റുകളോ ട്യൂബുകളോ ഒക്കെ ഉണ്ടാവും, പ്രത്യേകം കുഴലുകൾ. ഇവ സെക്രീറ്റ് ചെയ്യുന്ന സാധനങ്ങളെ കൊണ്ടുപോകാൻ പ്രത്യേകം കുഴലുകൾ, ഡക്റ്റുകളോ ട്യൂബുകളോ ഒക്കെ അവിടെ കാണപ്പെടുന്നുണ്ടാവും. അങ്ങനെയുള്ളതാണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നതും സലൈവറി ഗ്ലാൻഡ് ഒക്കെ ഇല്ലേ, സലൈവ, അതുപോലെ തന്നെ ഇയർ വാക്സ്, ഓയില്, മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈം, ഇതെല്ലാം എക്സോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവയൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ അതിൻ്റെതായിട്ടുള്ള പെർട്ടിക്കുലർ ഡക്റ്റുകളോ ട്യൂബുകളോ കാണപ്പെടുന്നുണ്ടാവും. എന്നാൽ എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾക്ക് ഡക്റ്റുകളൊന്നും കാണപ്പെടുന്നില്ല. ഈ ഹോർമോൺസ് ഒക്കെയാണ് ഇവ സെക്രീറ്റ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പ്രത്യേകം ഡക്റ്റുകളൊന്നും കാണുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കാണ് ഈ ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ഈ ബ്ലഡിന്റെ കൂടെയാണ് ഇത് ഓരോ ഭാഗങ്ങളിലേക്കും എത്തുന്നത്. അല്ലാതെ ഹോർമോണുകളെ കൊണ്ടുപോകാൻ പ്രത്യേകം ഡക്റ്റുകളൊന്നും ഇല്ല. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ കൊണ്ടുപോകാൻ, അതായത് ഹോർമോണുകളെ കൊണ്ടുപോകാൻ പ്രത്യേകം ഡക്റ്റുകളൊന്നും കാണപ്പെടുന്നില്ല. എന്നാൽ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആണെങ്കിലോ അവിടെ പെർട്ടിക്കുലർ ഡക്ട്സ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ് പറയാം നമുക്ക്. നമ്മളിപ്പോ സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തതാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം അല്ലെ. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ലെയേഴ്സ്, സെല്ലുകളുടെ ലെയേഴ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോ ഇവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷനിൽ ഇവയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷേ ഇവയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്. കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ നൽകുകയാണ് ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സ്കിന്നിനെയൊക്കെ കവർ ചെയ്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡിന്റെ ഡക്റ്റുകളുടെ ഇന്നർ ലൈനിങ്, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ഡക്റ്റുകളെയൊക്കെ ലൈൻ ചെയ്തിട്ട് കാണപ്പെടുന്ന എപ്പിത്തീലിയമാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇവിടെ രണ്ടിൽ കൂടുതൽ ലെയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ലെയർ ഓഫ് സെൽസിന് പകരം ഇവിടെ ഒരുപാട് ലെയേഴ്സ്, സെല്ലുകളുടെ ലെയേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. കണ്ടോ, ഒരുപാട് ലെയേഴ്സ്, മൾട്ടി ലെയേർഡ് സെൽസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ മെയിൻ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. അപ്പോ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസും കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസും. ഇതില് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് തന്നെ 3 തരമുണ്ട്. ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം. നമ്മൾ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നു അവിടെ ഈ സെല്ലുകൾ വളരെ അടുത്തടുത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. കോമ്പാക്ട്ലി പാക്ഡ് ആണ്. അവിടെ ഇന്റർ സെല്ലുലാർ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ. സെല്ലുകൾക്കിടയിലുള്ള സ്പേസ് വളരെ കുറവാണ്. എന്നാലും രണ്ട് സെല്ലുകൾക്കിടയിൽ സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് കാണുന്നുണ്ട്, സെൽ ജംഗ്ഷൻസ് കാണുന്നുണ്ട്. ഈ സെൽ ജംഗ്ഷൻസ് ഈ രണ്ട് സെല്ലുകളെ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. 3 തരത്തിലുള്ള സെൽ ജംഗ്ഷൻസ് ആണ് കോമൺ ആയിട്ട് അനിമൽ ടിഷ്യൂസിലൊക്കെ കാണപ്പെടുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ മാത്രമല്ല അനിമൽ ടിഷ്യൂസിലെല്ലാം കാണപ്പെടുന്നത്. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിംഗ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ടിഷ്യൂസിന് സെല്ലുകൾക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. രണ്ട് സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് സെല്ലുകളുടെ ജോയിനിങ് പാർട്ടിലായിട്ട് കാണപ്പെടുന്നതാണ് ഈ ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ഈ ടൈറ്റ് ജംഗ്ഷൻ ഇവയ്ക്കിടയിലുള്ള ആ സബ്സ്റ്റൻസുകളുടെ ലീക്കേജ് തടയാനായിട്ടാണ് സഹായിക്കുന്നത്. ദെൻ അടുത്താണ് അഡ്ഹറിംഗ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് സെല്ലുകളെ, അടുത്തടുത്തുള്ള സെല്ലുകളെ പരസ്പരം ചേർത്ത് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് അഡ്ഹറിംഗ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. രണ്ട് സെല്ലുകൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് അഡ്ഹറിംഗ് ജംഗ്ഷൻ. അതെന്തിനു സഹായിക്കുന്നു? ഈ രണ്ട് സെല്ലുകളെ പരസ്പരം ഇങ്ങനെ ജോയിൻ ചെയ്ത് നിർത്താനായിട്ട്, രണ്ടും ഇങ്ങനെ ചേർന്ന് നിൽക്കാനായിട്ട് സഹായിക്കുന്നു. ദെൻ അടുത്തതാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ? ഇവ രണ്ട് സെല്ലുകളുടെ, അടുത്തടുത്തുള്ള രണ്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസത്തെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു
ജംഗ്ഷൻ ആണ്. ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക, ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഈ ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള പരസ്പരം ഒരു കണക്ഷൻ ആണ്. ഈ സൈറ്റോപ്ലാസത്തിൽ നിന്നും അടുത്ത സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പാർട്ടിക്കിൾസ് ഒക്കെ മൂവ് ചെയ്ത് പോവാനായിട്ട് സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അയോൺസും സ്മോൾ മോളിക്യൂൾസും ഒക്കെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പോകുന്നത് ഈ ഗ്യാപ് ജംഗ്ഷനിലൂടെ ആവാം. അതിനുവേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. സ്മോൾ മോളിക്യൂൾസ് മാത്രമല്ല, ചില സമയങ്ങളിൽ ബിഗ് മോളിക്യൂൾസ് വരെ ഈ ഗ്യാപ് ജംഗ്ഷനിലൂടെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പോകുന്നുണ്ട്. അപ്പം പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. രണ്ട് സെല്ലുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ്. അഡ്ഹറിംഗ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെല്ലുകളെ പരസ്പരം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. ടൈറ്റ് ജംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഒരു സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് സബ്സ്റ്റൻസുകളൊന്നും ലീക്ക് ചെയ്ത് പോവാതെ തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കുന്നു. നമുക്ക് ബാക്കി ടിഷ്യൂസിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.